എനിക്കൊരു ആവറേജ് വുമൺ ആകണ്ട. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. എനിക്ക് ഡ്രൈവിംഗ് ചെയ്യണം, എനിക്ക് നല്ല ഇംഗ്ലീഷ് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് ഓടിക്കണം, അങ്ങനെ ട്രാവൽ ചെയ്യണം, അങ്ങനെ നിറയെ 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 ആഗ്രഹങ്ങൾ. ഇപ്പോഴും നമ്മൾ അതേ സ്ഥലത്ത് തന്നെ സ്റ്റില്ലിരിക്കുകയാണോ? മിക്കപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കാണുന്ന ആൾക്കാർ ഇതേപോലുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയായിരിക്കും. നമ്മൾ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നു, ഉറങ്ങുന്നു, നമ്മുടെ മക്കളെയൊക്കെ ഒരുക്കി സ്കൂളിൽ വിടുന്നു, കുറച്ചു നേരം ഫോൺ സ്ക്രോൾ ചെയ്യുന്നു. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് യാതൊരു മാറ്റവും ഇല്ല. സെയിം റൂട്ടീൻ, സെയിം കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. ബോറടിക്കും, നമുക്ക് ഭയങ്കര ഗിൽറ്റ് വരും അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ വളരെ ഈസിയാണ് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്. ചെറിയ ചെറിയ ഹാബിറ്റ്സുകൾ, അങ്ങനെയുള്ള ഒരു 8 ഹാബിറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പ്രാക്ടിക്കലി തിങ്ക് ചെയ്ത് നോക്കിയാലും ഇത് വളരെ നല്ലൊരു ടിപ്സ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഓരോ ടിപ്പുകളായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ശ്രമിക്കുക. നമുക്കും നല്ലൊരു വണ്ടർ വുമൺ ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന് ഒരു ഏകദേശം ഒരു നല്ല ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റണം അല്ലേ? നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ആ ഇതിൽ തന്നെ നമുക്ക് ഇരിക്കേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാ ആൾക്കാരുടെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാ. നമ്മളൊരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന 5ഉം 8ഉം വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കിയാലും നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവില്ല. ഇപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഇഷ്ടമായിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് സെർച്ച് ചെയ്യാനും ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാനും വേണ്ടി നമ്മൾ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതിൽ കണ്ട് മുഴുകി നമ്മൾ ഇരിക്കുന്നതല്ലാതെ നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എൻ്റെ വീട്ടിന് കണ്ട പുറകിലൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്ന നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല വീഡിയോ ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ ഇല്ല. ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. നമ്മൾ അതിനോട് സൊല്യൂഷൻ, നമ്മൾ മുന്നോട്ട് വരണം. അങ്ങനെ വന്നില്ല, നമുക്കൊരു പെർഫെക്റ്റ് ടൈമിന് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ 5ഉം 8 വർഷം കഴിഞ്ഞാലും നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ, യൂട്യൂബിൽ നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ എത്രയോ പേരുടെ വീഡിയോസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ചെറിയ പുറകിൽ തന്നെ എന്തെങ്കിലും ഒരു മുണ്ടെങ്കിലൊക്കെ വലിച്ചു കെട്ടിയിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ സാരി വലിച്ചു കെട്ടിയിട്ടോ ഒക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിക്ക് എത്തിയ ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ആകണം അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബുക്ക് വായിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഈ ബുക്ക് വായന എന്ന് പറയുന്നത് പല യൂട്യൂബ് വീഡിയോസ് സ്ക്രോൾ ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും തന്നെ ഈ പറയുന്ന പോലെ ബുക്ക് വായനയെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അതിലുള്ള ബെനിഫിറ്റ് എന്താണെന്നും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എന്നാൽ നമുക്കൊരു മടിയാണല്ലേ അത് ഒരു വായനാശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കും അത് ഭയങ്കര മടിയാണ്. ഒരു 2 പേജൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടൂലായിരുന്നു. പക്ഷെ ഇപ്പൊ പതുക്കെ ഞാൻ കുറച്ചാണെങ്കിലും 1 പേജാണെങ്കിലും വായനയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വായിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഷാർപ്പാവും, നമ്മൾ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരും, അതേപോലെ അറിവുകൾ വളരും. അങ്ങനെ കുറേ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പം നമ്മൾ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പെങ്കിലും ഒരു 2ഓ 3ഓ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോണറിലുള്ള ബുക്സുകൾ നിങ്ങൾക്ക് വായിക്കാൻ തുടങ്ങുക. അത് ഒരുപാട് മാറ്റമാണ് അതിൽ കൊണ്ടുവരുന്നത്. നമുക്ക് തരാൻ പറ്റൂല അത്രത്തോളം ഒരു നല്ല ബെനിഫിറ്റ് നമ്മൾ ഈ വായനയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് തിങ്കിങ് യുവർ ഡ്രീംസ് ക്യാൻ വെയിറ്റ് ഫോർ എവർ എന്നുള്ളതാണ്. ഇതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒട്ടുമിക്ക എല്ലാ അമ്മമാരും നമ്മളെ കുട്ടികളെ പറ്റി ചിന്തിച്ച് അവരെ ടേക്ക് കെയർ ചെയ്ത് നമ്മളെ ഹസ്ബൻഡ് ഓഫീസിൽ വിട്ട് കുട്ടികളെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരുടെയും നമ്മളെ മദർ ഇൻ ലോസ് അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ അമ്മ എല്ലാവരുടെയും ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുത്ത് ആ ഡേ ഫുള്ള് തീരും.
ഫൈനലി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പൊക്കോണ്ടേയിരിക്കും. ഫാമിലി എന്ന് പറയുന്നതും അവരെ നമ്മൾ ടേക്ക് കെയർ എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഡ്രീമും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കണം എന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ അതിനെയും കൂടെ കൊണ്ടുപോകാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ എപ്പോഴും ഇന്ന് പറ്റില്ല, നാളെ സമയം കിട്ടുമായിരിക്കും, നാളെ കുറച്ച് സമയം കണ്ടുപിടിക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നോർക്കും ഭയങ്കര ഗിൽറ്റും, അതേപോലെ തന്നെ ഭയങ്കര നമ്മൾ മനസ്സിന് ഭയങ്കര വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ ആയിപ്പോവും. നമ്മളെ ചുറ്റുമുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ പല രീതിയിലും അവര് ശ്രമിച്ചും പിറക്കിയും ഒക്കെ അവര് മുന്നിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യും. അടുത്തെന്ന് പറയുന്നത് സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതർ വുമൺ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പൊതുവേ നമുക്ക് എല്ലാവർക്കും, എനിക്കടക്കം വന്നിട്ടുള്ളതാണ്, ഞാനടക്കം ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഇത്. നമ്മളിങ്ങനെ റീലും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നെല്ലാം നമ്മൾ വിചാരിക്കുകയോ ഒരു നമ്മളെപ്പോലുള്ള ഒരാള് കാറ് വാങ്ങിച്ചിട്ട് ഓടിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുണ്ടാവും, കുറെ ഏർണിങ്സ് ചെയ്തിട്ടുണ്ടാവും, ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അച്ഛനും അമ്മയ്ക്കും അതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. ഇപ്പൊ നമുക്കറിയാലോ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കണക്കിന് നമുക്ക് ചെറിയ മെന്റൽ സ്ട്രെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയാല്, പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ സാക്രിഫൈസും അവരുടെ കടങ്ങളെ പറ്റിയും അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയും ഒന്നും അതൊന്നും കാണുന്നില്ല. കാരണം അവരതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളും അതേ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത്. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഭയങ്കരമായിട്ട് സാഡ് ആവും, നിങ്ങൾ ഡിപ്രസ്ഡ് ആവും. ജീവിതമാണ് എൻ്റെത്, ഞാൻ എവിടെയും എത്തിയില്ലല്ലോ, എന്തൊരു ജീവിതമാണ് എൻ്റെത്, അങ്ങനെയൊക്കെ തോന്നിക്കൊണ്ട് നമുക്ക് ഭയങ്കര മെന്റലി സ്ട്രെസ് തരും. നമ്മളുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തുക. നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി നമ്മുടെ ലൈഫിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. മറ്റ് ലേഡീസിനെയും മറ്റു ആൾക്കാരെയും വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അടുത്തൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോപ്പ് സേയിങ് ഐ ആം ജസ്റ്റ് എ ഹൗസ് വൈഫ്. ഇത് മോസ്റ്റ് ഓഫ് ദ വുമൺ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്കൊരു നമ്മൾ ഹൗസ് വൈഫായി ഇരിക്കുന്നെന്ന് പറയുന്നത് എന്തോ നമ്മളൊന്നും ചെയ്യാത്ത ആൾക്കാരെ പോലെ തോന്നുന്നത്. വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, നിങ്ങളുടെ റോൾ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുക. നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഫാമിലി മൊത്തത്തിൽ അവരുടെയൊക്കെ എല്ലാ ഹാപ്പിനെസ്സിനും എല്ലാ കാര്യത്തിനും വേണ്ടി നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് നമ്മളാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ പണി ചെയ്താലും തീരാത്തത്, നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകുന്നത്, നമുക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടി സമയം കിട്ടാത്തത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം നമ്മളെ വീട്ടിൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെന്ന് മനസ്സിരുത്തിയെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളൊന്നും ചെയ്യാത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നൂല. അതുകൊണ്ട് നിങ്ങളുടെ റോള്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ പ്രൗഡ് ആവുക. നമ്മൾ ചുമ്മാ ഇരിക്കുന്നവരല്ല. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ? അല്ല. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്, നമുക്ക് എപ്പോഴും ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാൻ നേരം കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിനെ നമുക്ക് ഒരിക്കലും ഒരു ഹൗസ് വൈഫ് ആണെന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാണാതിരിക്കുക. സെൽഫായിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. സ്റ്റോപ്പ് സ്പെൻഡിങ് എവറി ഫ്രീ മിനിറ്റ്സ് സ്ക്രോളിങ്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ സ്ക്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ. ഞാനടക്കം സംടൈംസ് അതിലേക്ക് അങ്ങനെ വഴിയെഴുതി പോവാറുണ്ട് കേട്ടോ. അതൊക്കെ പിടിച്ചു വലിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ. കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ആഫ്റ്റർ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഫോണൊക്കെ പോയി നോക്കാറുണ്ടല്ലേ. അപ്പം നമ്മളൊരു ഡ്രീമി ഒരു വുമൺ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു അച്ചീവ് ചെയ്യണം. നമ്മൾ ഇങ്ങനെയല്ല, നമ്മളൊരു ആവറേജ് വുമൺ ആകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രോൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ അത് പോയി കണ്ട്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ടൈം പോകുന്ന അറിയത്തേ ഉണ്ടാവില്ല. ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോയിരുന്ന ഫോൺ നോക്കിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ സമയം ഒരു 11 മണി ആയിട്ടുണ്ടാവും. 2 മണിക്കൂർ അവിടെ പോയിട്ടുണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആ 2 മണിക്കൂറിൽ
ഒരു മണിക്കൂർ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വീഡിയോസിന്റെ ഒരു കണ്ടന്റ് എഴുതി യൂട്യൂബ് ചെയ്യണം ഒരു കണ്ടന്റ് എഴുതി വെക്കാനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കുക. അപ്പം ഇങ്ങനെ ചെറിയ ഓരോ ദിവസം ചെറിയ രീതിയിൽ ചെയ്ത് വരുമ്പോഴായിരിക്കും അതൊരു വലിയ ഒരു എന്നാ പറയുന്നത് എന്തെങ്കിലും ഒരു നേട്ടമായിട്ട് നമ്മളെ കൊണ്ട് അത് മാറുന്നത് അല്ലേ. അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ സിംപിളി ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യാനൊന്നും പോവാതെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നിങ്ങളുടെ ഡ്രീം എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു മണിക്കൂർ വെച്ചെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പം സോഷ്യൽ മീഡിയ നോക്കി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും എത്ര പേരാണ് 30s 40s ഏൺ ചെയ്യുന്നത് അല്ലെ, എക്സ്ട്രാ ഇൻകം. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഞാനും ലേറ്റ് ആയിപ്പോയി, എനിക്ക് ഇത്ര വയസ്സായി, എനിക്ക് ടെക്നോളജിയെ പറ്റി അറിയത്തില്ല, എനിക്ക് എഡിറ്റിങ്ങിനെ പറ്റി അറിയത്തില്ല, എനിക്ക് എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് എങ്ങനെയാണ് കണ്ടന്റ് കിട്ടേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഈ സെയിം ഏജിലുള്ള ഒരു വുമണ് സ്ലോലി അതിനെപ്പറ്റി പ്രാക്ടീസ് ചെയ്യുന്നു, ഓൺലൈനിൽ നോക്കി കാണുന്നു, കണ്ടു പഠിക്കുന്നു, എഡിറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഡെയിലി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് കാണുന്നു, കണ്ടിട്ട് പതുക്കെ എഡിറ്റ് ചെയ്തൊക്കെ നോക്കുന്നു. നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ലയോ അതിലൊന്നും ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളത് നോക്കുക. അങ്ങനെ പതുക്കെ നിങ്ങൾ പഠിച്ച് നമ്മൾ ആ സ്കില്ലിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ വുമൺ ഈ 30s 40s സെയിം വുമൺ തന്നെയായിരിക്കും ചെറിയ സ്കില്ലുകൾ പഠിച്ച് അവർ ഒരു നാള് ഒരു ഇൻകം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്, ഒരു ഇൻകം ഏൺ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കിപ്പം എൻ്റെ അമ്മ തന്നെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അമ്മയ്ക്ക് ചെറിയ പൂച്ചെടികൾ അങ്ങനെ അമ്മ തയ്ക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ അമ്മ കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഫേസ്ബുക്കിൽ അറിയത്തില്ല. അപ്പൊ ഫേസ്ബുക്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു ഫോട്ടോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അന്ന് ഫോട്ടോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതെങ്ങനെ എഴുതണ്ടേന്ന് അറിയത്തില്ല, എങ്ങനെയാണ് പാട്ട് കൊടുക്കണ്ടേന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഒന്നും ഇട്ടില്ലേലും വേണ്ടില്ല, ജസ്റ്റ് അത് പോസ്റ്റ് ചെയ്യുക, ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ മാത്രമേ അറിയാം, എഴുതാനൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പോസ്റ്റ് ചെയ്യുക. പതുക്കെ നോക്കുമ്പം ഓരോ ദിവസം അത് പോസ്റ്റ് ചെയ്താൽ പേജ് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ അത് ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ തുടങ്ങും. അതേപോലെയാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുക നമുക്ക് പതുക്കെ അത് മനസ്സിലാവും. അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ എല്ലാത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസും ഉണ്ടാവും. അതൊക്കെ എടുത്ത് നോക്കുക, അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്തത് സ്റ്റോപ്പ് സേയിങ് യെസ് ടു എവ്രിതിങ്. അതായത് ചിലപ്പോൾ നമ്മളൊരു ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിലിന്റെ ഒരു എക്സ്ട്രാ വർക്ക് ഒരാൾ ചോദിക്കുകയാണ്, യെസ് ഞാൻ ചെയ്യാന്ന് പറയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു, ഓക്കെ ഞാൻ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ യെസ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സോസ്റ്റഡ് ആവും. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടയേർഡ്, നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. സോ ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ നോ പറയുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ് അല്ല, അതൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. എപ്പോൾ ഒരാളെ സഹായിക്കണമെന്നും ഏത് സമയത്താണ് നമുക്ക് എനർജി സേവ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഹെൽത്ത് എപ്പോഴാണ് വീക്ക് ആവുന്നത്, എനിക്ക് റെസ്റ്റ് വേണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വയ്യ എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള സാമാന്യമായ ഒരു ഇത് നിങ്ങൾ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയി, നമ്മൾ ടയേർഡായി, നമ്മൾ ഇതായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴൊക്കെയാണ് യെസ് പറയേണ്ടത്, എപ്പോഴൊക്കെയാണ് നോ പറയേണ്ടത്, ഏത് കാര്യത്തിലാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. അതായത് ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങൾക്കൊരു പറ്റുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ വളരെ ടയേർഡ് ആണെന്ന് പറയുക. അതിൽ അവരെന്ത് വിചാരിക്കും, അയ്യോ അവരെ നാളെ കാണണ്ടല്ലേ, അങ്ങനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് യെസ് എപ്പോഴും പറയുന്നത് നിർത്തുക. എല്ലാത്തിനും പറ്റാത്ത കാര്യങ്ങൾ നോ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇതിനകത്ത് ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോപ്പ് തിങ്കിങ് സ്മോൾ അബൌട്ട് യുവർ സെൽഫ്. ഒന്നുമില്ല, നമ്മളെ പറ്റി അയ്യോ ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ്, എനിക്ക് എന്ത് സ്പെഷ്യാലിറ്റി ആണുള്ളത്, ഞാനൊന്നും എക്സ്ട്രാ ചെയ്യുന്നില്ല, മറ്റുള്ളവരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള ചിന്ത മാറ്റണം. നമ്മൾ സ്ട്രോങ് വുമൺ അല്ലേ, നമ്മളൊരു സക്സസ് ആവാൻ തിങ്ക് ചെയ്യുന്നല്ലേ. ആരും ഒറ്റ ഒരു സുപ്രഭാതത്തിൽ സക്സസ് ആയവരോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സക്സസ്ഫുൾ വുമൺ ആയതോ ഒന്നും അല്ല. അവരുടെ ലൈഫിൽ അവർ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് തന്നെയായിരിക്കും അവരവിടെ എത്തിയിട്ടുണ്ടാവുക. ഒന്നും പെട്ടെന്ന് നടക്കുന്നതല്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയവും അതിൻ്റെ കഷ്ടപ്പാടുകളും അതിനുള്ള വഴികളും ഒക്കെ കണ്ടുപിടിച്ച് തന്നെയാണ് ഈ സക്സസ് ആയ ആൾക്കാരെല്ലാം എത്തിയിരിക്കുന്നത്.
നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം. നമുക്ക് ചുറ്റും നിന്ന് എല്ലാം കിട്ടുമല്ലേ. പക്ഷേ നമ്മൾ ഇറങ്ങിത്തിരിക്കാത്തതിന്റെ പ്രശ്നം മാത്രമാണ്. ചില ആൾക്കാർക്ക് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നാട്ടിലുള്ളവരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളത് ചിന്തിക്കും. പിന്നെ നമ്മൾ മസ്റ്റായിട്ടും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കും നമ്മളെ ചുറ്റുമുള്ളവർക്കും അറിയാം. പക്ഷെ നമ്മൾ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് അവരെന്ത് പറയുന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളും ആ ഒരു നോർമൽ ഓർഡിനറി വുമണിൽ നിന്ന് നല്ലൊരു എക്സ്ട്രാ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആവാനും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെൽഫ്